ദുബായ് വിമാനത്താവളത്തിലെ ടെർമിനൽ 3-ൽ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് പാസ്പോർട്ടോ മറ്റു രേഖകളോ പുറത്തെടുക്കാതെ നടപടികൾ പൂർത്തിയാക്കി വിമാനത്തിൽ കയറാൻ സൗകര്യം വരുന്നുണ്ട്. ഇതിനായി യാത്രക്കാരുടെ മുഖം തിരിച്ചറിയുന്ന 200 ബയോമെട്രിക് ഡിറ്റക്ടിംഗ് ക്യാമറകൾ വിമാനത്താവളത്തിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ദുബായ് അധികൃതർ. എന്താണ് ഈ സൗകര്യം, എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്ന് പരിശോധിക്കാം. ന്യൂസ് ഡെസ്കിൽ നിന്ന് നജ്മ ചേരുന്നുണ്ട്. നജ്മ, വിശദീകരിക്കാമോ? എമിറേറ്റ്സിൽ യാത്ര ചെയ്ത യാത്രക്കാർക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ദുബായിൽ നിന്ന് വരുന്നൊരു വാർത്ത. ദുബായ് വിമാനത്താവളത്തിൽ എമിറേറ്റ്സ് യാത്രക്കാർ ഇനി ക്യൂ നിൽക്കണ്ട എന്നുള്ളതാണ്. സാധാരണ നമ്മളൊരു യാത്രയ്ക്കായി, ഫ്ലൈറ്റിലെ ഒരു യാത്രയ്ക്കായി ഒരുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ നടപടികളിലൂടെയൊക്കെ കടന്നു പോകണം. ഇമിഗ്രേഷൻ, ബോർഡിംഗ് പോലെയുള്ള ഒരുപാട് നടപടികളുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളെപ്പോഴും ക്യൂ നിൽക്കേണ്ടി വരും, കാത്തു നിൽക്കേണ്ടി വരും. എന്നാൽ ഇനി എമിറേറ്റ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ക്യൂ നിൽക്കണ്ട എന്നുള്ളതാണ്. യാത്രക്കാരുടെ നടപടികൾ വേഗത്തിലാക്കുന്നു. ടെർമിനൽ 3-ൽ 200 ഫേഷ്യൽ റെക്കഗ്നീഷൻ ക്യാമറകൾ വരുന്നു എന്നുള്ളതാണ്. ഈ ക്യാമറകളായിരിക്കും ഇനി നമ്മൾ യാത്രക്കാരെ തിരിച്ചറിയുന്നത്. ഇനി നമ്മൾ നേരിട്ട് മറ്റ് ഉദ്യോഗസ്ഥരുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് അവിടെയുള്ള ജോലിക്കാരുമായിട്ടോ ഒന്നും നടപടികളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ അവിടെയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. അവിടെ 200 ഫേഷ്യൽ റെക്കഗ്നീഷൻ ക്യാമറകൾ ദുബായ് എയർപോർട്ടുകളിൽ വരുന്നു എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്ത യാത്രക്കാരെ ക്യാമറകൾ തിരിച്ചറിയും. രജിസ്ട്രേഷന് വേണ്ടി മറ്റ് പ്രോസസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് രജിസ്റ്റർ ചെയ്ത ആളുകളെ ക്യാമറകൾ തിരിച്ചറിയും എന്നുള്ളതാണ്. ഇനി 1 മീറ്റർ അകലെ നിന്ന് യാത്രക്കാരനെ ഈ സാങ്കേതിക വിദ്യ തിരിച്ചറിയും. 1 മീറ്റർ അകലെ നിന്ന് പോലും യാത്രക്കാരനെ തിരിച്ചറിയാൻ ഈ സാങ്കേതിക വിദ്യക്ക് കഴിയും എന്നുള്ളതാണ്. ഏതൊരു എമിറേറ്റ്സ് ഉപഭോക്താവിനും എമിറേറ്റ്സ് ആപ്പ്, സെൽഫ് സർവീസ് കയോസ്ക്, ചെക്ക് ഇൻ കൗണ്ടർ എന്നിവയിലൂടെ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ആദ്യ നടപടി എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതിനാദ്യം എമിറേറ്റ്സിൻ്റെ ആപ്പ് അല്ലെങ്കിൽ സെൽഫ് സർവീസ് കയോസ്ക് വഴിയോ ചെക്ക് ഇൻ കൗണ്ടർ വഴിയോ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ചോദ്യത്തിനുള്ളൊരു മറുപടിയാണ് എമിറേറ്റ്സ് ആപ്പിലോ ചെക്ക് ഇനിലോ സൈൻ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ചുവടുവെപ്പ്. രണ്ടാമതായി, യാത്രക്കാർ എമിറേറ്റ്സ് സ്കൈവാർഡ്സ് അംഗങ്ങളായിരിക്കണം എന്നുള്ളതാണ്. അതൊരു മാനദണ്ഡമാണ്. നമ്മൾ സ്കൈവാർഡ്സ് അംഗങ്ങളായിരിക്കുന്നവർക്ക് മാത്രം ഇത് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി പാസ്പോർട്ട് സ്കാൻ ചെയ്ത് ബയോമെട്രിക് ഉപയോഗത്തിന് സമ്മതം നൽകണം. ഇതെല്ലാം ഇതിൻ്റെ ഓരോ പടിപടികളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിന് ശേഷം 18 വയസ്സ് പിന്നിട്ടിരിക്കണം എന്നുള്ളത് മറ്റൊരു മാനദണ്ഡം കൂടിയാണ്. ഇനി ചെക്കിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, രേഖകൾക്ക് പകരം കയോസ്കുകളിൽ മുഖം തിരിച്ചറിയൽ സൗകര്യം ഉപയോഗിക്കുക. ശേഷം ഫ്ലൈറ്റ് ട്രാൻസ്ഫറുകൾക്കും ബയോമെട്രിക്സ് ഉടൻ തന്നെ ലഭ്യമാകും. പിന്നെ ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് ഇമിഗ്രേഷനാണ്. പാസ്പോർട്ട് കൺട്രോളിലൂടെ സഞ്ചരിക്കാൻ ടെർമിനൽ മുന്നിൽ GDRFA സ്മാർട്ട് ഗേറ്റുകൾ ഉപയോഗിക്കുക. ശേഷം ലോഞ്ച് ആക്സസ് ആണ്. യോഗ്യരായ യാത്രക്കാർക്ക്, ഇത്രയും ഉള്ള എല്ലാ പടികളും കടന്നെത്തുന്ന യാത്രക്കാർക്ക് കോൺകോഴ്സ് ബിയിലെ എമിറേറ്റ്സ് ലോഞ്ചുകളിൽ 5 ഗേറ്റുകളിൽ ഫേഷ്യൽ റെക്കഗ്നീഷൻ വഴി പ്രവേശിക്കാമെന്നുള്ളതാണ്. ഇനി അവസാനമായി ബോർഡിംഗ് ആണ്. കോൺകോഴ്സ് A, B, C എന്നിവയിലൂടെ നീളമുള്ള ഡിപ്പാർച്ചർ ഗേറ്റുകളിൽ ബയോമെട്രിക് ബോർഡിംഗ് അനുവദിക്കും. ബോർഡിംഗ് പാസ് കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങൾ വളരെ എളുപ്പമാവുകയാണ്. എമിറേറ്റ്സ് യാത്രക്കാർക്കാണ് ഈ സന്തോഷ വാർത്ത ദുബായിൽ നിന്ന് വരുന്നത്. ധന്യ. ശരി നജ്മ.